ഈ ബിഗ് ബോസ് സീസൺ 7 എൻ്റെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയാം അനുമോളുടെ പേരാണ് കേട്ടോ. അത് ബിഗ് ബോസ് സീസണിൽ ഏറ്റവും നല്ല പ്ലെയർ അനുമോൾ ആയതുകൊണ്ടല്ല, പക്ഷേ എനിക്ക് എന്തോ അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അനുമോൾ ബിഗ് ബോസിൽ വരുന്നേക്കാളും മുന്നേ മുതൽ അനുമോളുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറും ആ ഒരു ഫാൻ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു സംഭവം അതാണ് അനുമോളോടുള്ളത്. അപ്പോൾ അനുമോളുടെ നേരെ ബിഗ് ബോസ് വീട്ടിൽ ആര് ശബ്ദം ഉയർത്തിയാലും നമുക്കത് സഹിക്കാൻ പറ്റില്ല. അത് ബിക്കോസ് നമ്മൾ അത്രയ്ക്ക് നല്ലൊരു ഫാനാണ്, ആരാധികയാണ്, അതുകൊണ്ട് തന്നെ. പക്ഷേ അനുമോൾ കട്ടയ്ക്ക് തന്നെ നിൽക്കാറുണ്ട്. അനുമോൾ അടിപൊളി ഗെയിം പ്ലെയറുമാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ആളെത്തിരി ഇമോഷണലി വീക്കാണ് കേട്ടോ. അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അനുമോളുടെ ആ ഒരു ഗെയിമിനെ ശരിക്കും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഡിബേറ്റ് നടക്കുമ്പോൾ അനുമോൾക്ക് എതിരായിട്ട് വരുന്ന നമ്മുടെ രേനയാണ് കേട്ടോ. അതൊക്കെ ബിഗ് ബോസിൻ്റെ പ്ലാനാണ്. എന്നിട്ട് അതിവർക്ക് കൊടുക്കുന്ന ടോപ്പിക്കും അമ്മാതിരി ടോപ്പിക്കൊക്കെയാണ് ബിഗ് ബോസിൽ കൊടുക്കുന്നത്. പ്രായത്തിനെ ചൊല്ലിയിട്ടാണ് ഇവർ തമ്മിലുള്ള കൂടുതലും വഴക്കുകൾ വരാറില്ല. പ്രായത്തിനെ ബഹുമാനിക്കാത്ത രീതിയിലുള്ള സംസാരമാണെന്നൊക്കെ എപ്പോഴും അനുമോൾ നമ്മുടെ രനയെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കും അങ്ങനെയാണ്. പക്ഷേ ഇത്തവണത്തെ ഡിബേറ്റിൽ ശരിക്കും രന ഫാത്തിമ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അവൾ നന്നായിട്ട് സംസാരിച്ച് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിബേറ്റിൽ അനുമോൾക്ക് സുഖമായിട്ട് വിൻ ചെയ്യായിരുന്നു. പക്ഷേ അനുമോൾ എന്തൊക്കെയോ പറ്റിയിട്ട് അനുമോൾ ശരിക്കും വീക്കായിരുന്നു ഈ ഒരു ഡിബേറ്റിൽ നിന്ന് ശരിക്കും തോന്നുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ലൈവ് അപ്ഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ശരിക്കും രന അടിപൊളിയായിട്ട് സംസാരിച്ചു. അവൾ ആ കിട്ടിയ ടോപ്പിക്കിനെ വളച്ചൊടിച്ച് അടിപൊളിയാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്തു. അതാണ് അവളുടെ മിടുക്ക്. ഇത്രക്ക് നല്ലൊരു ഗെയിം പ്ലെയർ ആണ്, അല്ലെങ്കിൽ ബി കോണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് നല്ല രസമായിട്ടാണ് കുട്ടി സംസാരിച്ചത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അനുമോളുടെ അടപ്പ് കീറി കേട്ടോ. അനുമോൾ തീരെ പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു തോൽവി. ജഡ്ജസ് എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ടോപ്പിക്ക് നന്നായിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു ഡിബേറ്റിൽ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണം, എത്രത്തോളം അടിപൊളിയായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ളതല്ലേ നമ്മൾ നോക്കാം. അത് വെച്ച് നോക്കുമ്പോൾ അനുമോൾ ശരിക്കും വീക്കായിരുന്നു. ഈ ഒരു ഡിബേറ്റിൽ അനുമോൾ തോക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അനുമോൾ ഭയങ്കര അപ്സെറ്റാണ് ബിഗ് ബോസ് വീട്ടിൽ. ഈ ടാസ്കിന് ശേഷം ലൈവ് അപ്ഡേറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് അനുമോളും രനയും കൂടി മാറി നിന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് അനുമോൾ കുറേയൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് രനേനെ. പക്ഷേ രന ഒട്ടും തന്നെ അതിന് കൂട്ടാകുന്നില്ല കേട്ടോ. പക്ഷേ ആ ടൈമിൽ നമ്മുടെ ഷാനവാസ് ആണെങ്കിലും രനക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സംസാരിച്ചത്. അനുമോളെ അത് അങ്ങനെയല്ല, ഏജ് വെച്ചിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് തിരിച്ചറിയുന്ന റെസ്പെക്റ്റ് തിരിച്ചു അങ്ങോട്ടേക്കും വേണം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ പറഞ്ഞതാണ് ശരിയെന്നുള്ളത് പുള്ളിക്കാരി അങ്ങനെ അതിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. അനുമോളുടെ ആ ഒരു പെർഫോമൻസ് ഇന്നത്തെ എപ്പിസോഡിൽ അത്ര അങ്ങോട്ട് പോരായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ആ ഒരു ഡിബേറ്റിൻ്റെ ടൈമിലാണെങ്കിൽ തന്നെ ടൈം 2 മിനിറ്റാണ് ഓരോരുത്തർക്കും കൊടുക്കുന്ന ടൈം. ആ ടൈമിന് ഒരുപാട് മുന്നേ തന്നെ അനുമോൾ സംസാരവും കാര്യങ്ങളൊക്കെ നിർത്തുകയും ചെയ്തു. അനുമോൾക്ക് വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, വേണ്ട പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അനുമോൾ മൊത്തത്തിൽ ഈ ഒരു എപ്പിസോഡിൽ ഡൗൺ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്.